ഒരു ക്ഷേത്രം കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു ഭൂപടവും മനുഷ്യശരീരത്തിന്റെ മാനുവലും ദിവ്യനൃത്തത്തിനും വിശുദ്ധ സംഗീതത്തിനുമുള്ള ഒരു വേദിയും ആയിരുന്നെങ്കിലോ. ഈ വീഡിയോ നിങ്ങളെ ചിദംബരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്നു, ബഹിരാകാശത്തെ ആരാധിക്കുന്നു, ഭക്തിചലനവും ശബ്ദവുമായി മാറുന്നു. ഈ യാത്രയിൽ നിങ്ങൾ കണ്ടെത്തും ചിദംബരത്തെക്കുറിച്ച് അപൂർവവും അധികം അറിയപ്പെടാത്തതുമായ വസ്തുതകൾ, ഒരു പഞ്ചഭൂത സ്ഥലം, പഞ്ചസഭ എന്നീ നിലകളിൽ അതിന്റെ പങ്ക്, ചിദംബര രഹസ്യത്തിന്റെ അഗാധമായ നിഗൂഢത. ശിവന്റെ ഓസ്മിക് നൃത്തത്തിന്റെ നിത്യസാക്ഷികളായ പതഞ്ജലിയുടെയും വ്യാഘ്രപാദന്റെയും വിശുദ്ധ സാന്നിധ്യം, ചിദംബരവുമായി 20-ലധികം നായന്മാരുടെയും മഹാന്മാരായ സന്യാസിമാരുടെയും ആഴത്തിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്ന 21 ലിങ്ക് ചെയ്ത വീഡിയോകൾ. തേവാരം, തിരുവാചകം, മഹാനായ സംഗീത സംവിധായകർ എന്നിവരുടെ കാലാതീതമായ സംഗീത പാരമ്പര്യം, ഓഡിയോ ക്ലിപ്പുകൾ സമ്മാനിച്ചു നൃത്തരംഗങ്ങളിലൂടെ ചിത്രീകരിച്ച നടരാജന്റെ താളത്താൽ ഭരതനാട്യം തന്നെ രൂപപ്പെടുത്തിയതെങ്ങനെയെന്നും. ഇത് ഒരു ക്ഷേത്രത്തിന്റെ മാത്രം കഥയല്ല, ഇത് ബോധത്തിന്റെ തന്നെ കഥയാണ്. ചിദംബരവുമായുള്ള സന്യാസിമാരുടെ മഹത്വവും ചരിത്രവും ബന്ധവും വളരെ വിശാലമാണ്. അവ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ പറയാൻ കഴിയില്ല. അതിനാൽ 21 വ്യത്യസ്ത യൂട്യൂബ് വീഡിയോകൾ ഇതിനകം സൃഷ്ടിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരണത്തിൽ നൽകിയിരിക്കുന്ന ലിങ്കുകൾ കാണുകയും അവ കാണാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യുക. അവയിൽ ഭൂരിഭാഗവും ഷോർട്സ് ആണ്. ചിദംബരത്തിന്റെ അപാരമായ ആത്മീയവും സാംസ്കാരികവും ദാർശനികവുമായ വിശാലതയെ ശരിക്കും അഭിനന്ദിക്കുന്നതിന് ഈ വീഡിയോ അവസാനം വരെ കാണുക. ലിങ്ക് ചെയ്ത വീഡിയോകളും പര്യവേക്ഷണം ചെയ്യുക. തമിഴ്നാട്ടിൽ ചിദംബരം നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അവിടെ ശാസ്ത്രം ആത്മീയതയെ സമന്വയിപ്പിക്കുന്നു, ദൈവികത പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. ചിദംബര രഹസ്യത്തിന്റെ നിഗൂഢത മുതൽ ക്ഷേത്രത്തിന്റെ അസാധാരണമായ സംഗീത, ജ്യോതിശാസ്ത്ര, ശരീരഘടനാ രൂപകൽപ്പന വരെ, പുരാതന ഇന്ത്യ ഭക്തിയും ശാസ്ത്രവും തമ്മിൽ അതിരുകളില്ലെന്ന് ചിദംബരം വെളിപ്പെടുത്തുന്നു. ശൈവമത അനുയായികളെ സംബന്ധിച്ചിടത്തോളം കോവിൽ എന്ന വാക്ക് ചിദംബരത്തെ സൂചിപ്പിക്കുന്നു. വൈഷ്ണവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രീരംഗത്തെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിലൊരിക്കലെങ്കിലും നടരാജന്റെ ദർശനം നടത്തണമെന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് ദൈവികത നൃത്തം ചെയ്യുന്ന ചിദംബരത്തിലേക്ക് സ്വാഗതം. ചിദംബരം മുക്തിസ്ഥലമാണ്, വിമോചനത്തിന്റെ സ്ഥലം. പുരാതന പാരമ്പര്യം പ്രഖ്യാപിക്കുന്നു, തിരുവാരൂരിൽ ജനനം മോക്ഷം നൽകുന്നു. ചിദംബരത്ത് നടരാജന്റെ ദർശനം മോക്ഷം നൽകുന്നു. തിരുവണ്ണാമലയിലെ അണ്ണാമലയെക്കുറിച്ചുള്ള ചിന്ത മോക്ഷം നൽകുന്നു. കാശിയിലെ മരണം മോക്ഷം നൽകുന്നു. ഈ ശൈവക്ഷേത്രത്തിനകത്ത് ശിവന്റെയും വിഷ്ണുവിന്റെയും സഹവർത്തിത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ഗോവിന്ദരാജ പെരുമാൾ ഭഗവാന്റെ ആരാധനാലയമായ ഒരു ദിവ്യദേശവും സ്ഥിതി ചെയ്യുന്നു. ചിദംബരം എന്ന പേര് വന്നത് ഇങ്ങനെയാണ്. ചിത്തം, ബോധം, അമ്പരം, ആകാശം അല്ലെങ്കിൽ ബഹിരാകാശം ഒരുമിച്ച്. അതിന്റെ അർത്ഥം ചിതാകാശം, ബോധത്തിന്റെ ഇടം. എല്ലാ വേദങ്ങളും ഗ്രന്ഥങ്ങളും വിവരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം ഇതാണ്: ഉള്ളിലെ അനന്തമായ അവബോധം സാക്ഷാത്കരിക്കുക. പവിത്രമായ കണ്ടൽക്കാടുകളുടെ പേരിൽ തില്ലൈ എന്നറിയപ്പെട്ടിരുന്ന ഈ പട്ടണം 3500 വർഷത്തിലേറെയായി ശൈവ ആരാധനാ കേന്ദ്രമാണ്. യഥാർത്ഥത്തിൽ ശക്തിയുടെയും പ്രപഞ്ചശക്തിയുടെയും ഉഗ്രമായ മൂർത്തിഭാവമായ കാളി ദേവിയാണ് തില്ല വനത്തിന് കാവൽ നിന്നിരുന്നത്. ആനന്ദ താണ്ഡവം വെളിപ്പെടുത്താൻ ശിവൻ നടരാജനായി എത്തിയപ്പോൾ ഒരു ലീല, ഒരു നൃത്ത ദ്വന്ദ്വയുദ്ധമായും ഊർത്താണ്ഡവമായും അവതരിപ്പിച്ചു. കാളി കാട്ടിൽ നിന്ന് അതിർത്തിയിലേക്ക് മാറി. ആചാരവും കർമ്മവും മാത്രമേ പ്രപഞ്ചത്തെ ഭരിക്കുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ശക്തരായ ഋഷിമാർ ജീവിച്ചിരുന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കി ശിവൻ തന്റെ യഥാർത്ഥ രൂപം തില്ലവനത്തിൽ നടരാജനായി വെളിപ്പെടുത്തി. തില്ലവനത്തിൽ പതഞ്ജലി ഋഷിമാരും വ്യാഘ്രപാദരും നടരാജന്റെ പ്രപഞ്ചനൃത്തത്തിന് സാക്ഷ്യം വഹിച്ചു. നിഷ്കളങ്കതയും വിശ്വാസവും ദൈവികകൃപ ആവശ്യപ്പെടുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ശുദ്ധഭക്തിയുടെ പുത്രനായ ഉപമന്യു വ്യാഘ്രപാദ ചിദംബരത്ത് ഒരു പാലക്കടൽ ഒഴിക്കാൻ ശിവനെ പ്രേരിപ്പിച്ചു. ശിവഗംഗയിലെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ഹിരണ്യവർമ്മൻ രാജാവ് തില്ലയെ ഒരു വിശുദ്ധ ക്ഷേത്രനഗരമാക്കി മാറ്റിയ സ്വർണ്ണ ശരീരമുള്ള സംരക്ഷകനായി ഉയർന്നു. ചോളരുടെയും പിന്നീട് പാണ്ഡ്യ, വിജയനഗര, മറാത്ത രാജാക്കന്മാരുടെയും കീഴിൽ ഈ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചു. ചിദംബരം ശിവനെ 3 രൂപങ്ങളിലാണ് പ്രതിഷ്ഠിക്കുന്നത്: ശകല തിരുമേനി, നടരാജ ഭഗവാൻ എന്ന നരവംശരൂപം; സകലനിഷ്കൽ തിരുമേനി, ചന്ദ്രമൗലേശ്വരന്റെ ക്രിസ്റ്റൽ ലിംഗം എന്ന അർദ്ധരൂപം; നിഷ്കല തിരുമേനി, ചിദംബര രഹസ്യത്തിന്റെ രൂപമില്ലാത്ത സ്ഥലം. നടരാജ ഭഗവാൻ ആനന്ദ താണ്ഡവ, ആനന്ദത്തിന്റെ നൃത്തം അവതരിപ്പിക്കുന്നു. ഓരോ ആംഗ്യവും 5 പ്രപഞ്ചകൃതികളായ പഞ്ചകൃതിയെ പ്രതീകപ്പെടുത്തുന്നു: സൃഷ്ടി, ചണ്ഡനാശം, അഗ്നി സംരക്ഷണം, ഉയർത്തിയ കൈമറയ്ക്കൽ, അജ്ഞതയുടെ കാൽ കൃപ, വിമോചനത്തിന്റെ ഉയർത്തിയ പാദം. അഗ്നിയാൽ ചുറ്റപ്പെട്ട നടരാജൻ നാശം പുനർജന്മത്തിലേക്ക് നയിക്കുമെന്ന് കാണിക്കുന്നു. അരാജകത്വം ഐക്യത്താൽ സന്തുലിതമാണ്. ശിവനെ ആകാശ, ബഹിരാകാശമായി ആരാധിക്കുന്ന പഞ്ചഭൂത സ്ഥലങ്ങളിലൊന്നാണ് ചിദംബരം. കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രത്തിലെ ഭൂമി, തിരുവാനൈക്കാവൽ ജംബുകേശ്വര ക്ഷേത്രത്തിലെ വെള്ളം, തിരുവണ്ണാമല അണ്ണാമലയർ ക്ഷേത്രത്തിൽ തീപിടുത്തം,
ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പ്രക്ഷേപണം പുരാതന തമിഴ് പാരമ്പര്യവും തിരുമൂലർ പോലെ ആധുനിക ആത്മീയ വിശ്വാസങ്ങളും അനുസരിച്ച് ചിദംബരം ഭൂമിയുടെ കാന്തിക കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ നടരാജയുടെ വലിയ കാൽവിരൽ ഈ സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മുകളിലേക്കുള്ള ഊർജ്ജപ്രവാഹം പ്രാപ്തമാക്കുന്നു. ചിദംബരം, കാഞ്ചീപുരം, ശ്രീകാളഹസ്തി എന്നിവ 7941 കിഴക്കൻ രേഖാംശത്തിൽ കൃത്യമായി സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ച ഐക്യത്തിന്റെ പ്രതീകം. ചിദംബരം തന്റെ പ്രപഞ്ചനൃത്തം അവതരിപ്പിച്ച പഞ്ചസഭകളിലൊന്നാണ്. ശിവൻ തന്റെ പ്രപഞ്ചനൃത്തം ചിത്സഭയിൽ, ബോധത്തിന്റെ ഹാൾ. ചിദംബരത്തെ കൂടാതെ മധുരയിലെ രാജദാസഭ, വെള്ളി ഹാൾ, തിരുനെൽവേലിയിലെ താമിരസഭ, ചെമ്പ് ഹാൾ, തിരുവളങ്ങാട്ടിലെ രത്നസഭ, രത്നഹാൾ, തിരുക്കുത്രാലത്തെ ചിത്രസഭ, ചിത്രഹാൾ. ചിദംബരം ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന മനുഷ്യശരീരത്തെ തന്നെ എൻകോഡ് ചെയ്യുന്നു. ഇത് ബാഹ്യപ്രപഞ്ചത്തെയും ആന്തരിക സ്വത്വത്തെയും ബന്ധിപ്പിക്കുന്നു. 9 കവാടങ്ങൾ മനുഷ്യശരീരത്തിന്റെ 9 ദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സ്വർണ്ണ ശ്രീകോവിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നു. മനുഷ്യ ഹൃദയം പോലെ പ്രതിദിനം 21,600 സ്വർണ്ണ ടൈലുകൾ ശ്വസനത്തെ പ്രതിനിധീകരിക്കുന്നു. 72,000 നഖങ്ങൾ നാഡികളുടെ പ്രതീകമാണ്. 28 തൂണുകൾ ആരാധനാരീതികളെ പ്രതിനിധീകരിക്കുന്നു. 64 കലകളെ പ്രതിനിധീകരിക്കുന്നു. 64 ബീമുകൾ, ക്രോസ് ബീമുകൾ മനുഷ്യശരീരത്തിലെ രക്തക്കുഴലുകളെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രം സൂക്ഷ്മരൂപത്തെയും മാക്രോകോസത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ചിദംബര രഹസ്യം. നടരാജ ഭഗവാന്റെ വിഗ്രഹത്തിന് പിന്നിൽ സ്വർണ്ണ ബിൽവ ഇലകളാൽ അലങ്കരിച്ച ഒരു ശൂന്യമായ ഇടം വെളിപ്പെടുത്തുന്ന ഒരു തിരശ്ശീല തൂക്കിയിട്ടിരിക്കുന്നു. ഇത് രൂപത്തിനും ദ്രവ്യത്തിനും അതീതമായ ശുദ്ധമായ ബോധത്തെ പ്രതീകപ്പെടുത്തുന്നു. അങ്ങനെ ചിദംബര രഹസ്യം കേവലം ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമല്ല. മിഥ്യമങ്ങുകയും മനസ്സ് കീഴടങ്ങുകയും ചെയ്യുമ്പോൾ ഒരാൾ എല്ലായിടത്തും ദിവ്യത്തെ കാണുന്നു എന്ന ശാശ്വത സത്യമാണ്. ശൂന്യതയിൽ പോലും ചിദംബരത്ത് നടരാജ വിഗ്രഹം രൂപകൽപ്പന ചെയ്ത മാസ്റ്റർ ശില്പി നംശിവായ മുത്തു തിരുനെൽവേലി ജില്ലയിലെ ചേപ്പാറൈ, കട്ടാരിമംഗലം, കരിസൂഴ്ന്നമംഗലം, കരുവേലാംകുളം നടരാജ ക്ഷേത്രങ്ങൾ എന്നിവയ്ക്കായി 4 എണ്ണം കൂടി നിർമ്മിച്ച പഞ്ച നടരാജ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള രസകരമായ എപ്പിസോഡ് കാണുക. ചിദംബരം നൂറ്റാണ്ടുകളായി ധാരാളം സന്യാസിമാരെയും അന്വേഷകരെയും ആകർഷിച്ചിട്ടുണ്ട്. ദയവായി 21 യൂട്യൂബ് വീഡിയോകൾ കാണുക. അവയിൽ ഭൂരിഭാഗവും ചിദംബരം നടരാജനുമായി ബന്ധപ്പെട്ട ഗ്രേറ്റ് സെയിന്റയുടെ ഷോർട്സ് ഞങ്ങളുടെ ഗ്രേറ്റ് സെയിന്റ്സ് ഓഫ് ഇന്ത്യ സീരീസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ലിങ്കുകൾക്കായി വീഡിയോ വിവരണം കാണുക. വിശുദ്ധ മാണിക്യവസാഗർ ചിദംബരത്ത് തന്റെ അവസാന നാളുകൾ ചെലവഴിച്ചു. ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ക്ഷേത്രത്തിൽ അവ എഴുതിയതായി തിരുവചകം ചൊല്ലി. കർത്താവ് തന്നെ എഴുതിയത് എന്ന ലിഖിതം കണ്ടപ്പോൾ പുരോഹിതന്മാർ അവന്റെ ഭക്തി തിരിച്ചറിഞ്ഞു. മാണിക്യവസാഗർ ഇവിടെ മോക്ഷം നേടി. ശുദ്ധഭക്തിയുടെ മൂർത്തീഭാവമായ നന്ദനാർ നായനാർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടുവെങ്കിലും നടരാജന്റെ ഒരു കാഴ്ചയ്ക്കായി കൊതിച്ചു. ശിവൻ അദ്ദേഹത്തിനായി അത്ഭുതങ്ങൾ ചെയ്തു. രാത്രി മുഴുവൻ വയലുകൾ ഒരുക്കുക, തിരുപ്പുംകൂരിൽ മഹാനായ നന്ദിയെ നീക്കുക, ചിദംബരത്ത് അദ്ദേഹത്തെ ഒരു വിശുദ്ധ അഗ്നിയിലൂടെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ ഭഗവാന്റെ പ്രപഞ്ചനൃത്തത്തിൽ ലയിച്ചു. ശിവനോട് അർപ്പണബോധമുള്ള എളിയ കുശവന്മാരായ തിരുനീലകണ്ഠ നായനാർ ആജീവനാന്ത ബ്രഹ്മചര്യം തിരഞ്ഞെടുത്തു. ചിദംബരത്ത് നടരാജ ഭഗവാനിനെ അദ്ദേഹത്തിന്റെ സ്ഥിരമായ പരിശുദ്ധിക്ക് ആദരിച്ചു. ശക്തനായ യോദ്ധാവായ കൂത്രുവ നായനാർ തന്റെ അഭിമാനവും വിജയങ്ങളും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. യഥാർത്ഥ രാജത്വം ഭക്തിയിലാണ്, വിജയമല്ലെന്ന് മനസ്സിലാക്കി. നിരാലംബനും എന്നാൽ വിശ്വാസത്തിൽ അചഞ്ചലനുമായ കാനം പുല്ല നായനാർ ശിവനെ വിളക്കുകൾ കത്തിക്കാൻ സ്വന്തം മുടി കത്തിച്ചു. ചലിച്ച നടരാജ ഭഗവാൻ അദ്ദേഹത്തിന് മോക്ഷം നൽകി. പ്രശസ്ത ശൈവ പണ്ഡിതനായ അപ്പയ്യ ദീക്ഷിതർ ചിദംബരത്ത് ശിവൻ പൂർണ്ണമായും കീഴടങ്ങി ഭക്തിയുടെ ധ്യാനത്തിൽ തന്റെ ഉന്മട്ട പഞ്ചശതി രചിച്ചു. ചിദംബരത്ത് അദ്ദേഹം നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. ഭക്തി, അറിവ്, ആത്മീയ നേതൃത്വം എന്നിവ സമന്വയിപ്പിച്ച് ചിദംബരവുമായി ആഴത്തിലുള്ള ബന്ധത്തോടെ ശൈവ സിദ്ധാന്തത്തെ മുന്നോട്ട് കൊണ്ടുപോയി. മൈക്കന്ദർ, അരുളനന്ദി ശിവചാര്യർ, മാർനാന സംബന്ധർ, ഉമാപതി ശിവചാര്യർ എന്നിവർ ശുദ്ധവും നിസ്വാർത്ഥവുമായ ഭക്തിക്ക് പേരുകേട്ട ചിദംബരത്തിന്റെ എളിയ ശൈവ ഭക്തനായിരുന്നു വിശുദ്ധ ചേന്തനാർ. ഭക്തിയിൽ പ്രചോദിതനായ നടരാജ ഭഗവാൻ പ്രസാദം സ്വീകരിക്കാൻ വീട്ടിലെത്തി. പിന്നീട് ചേന്തനാർ തിരുപ്പ് പല്ലണ്ട് ആലപിച്ചപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ക്ഷേത്രരഥം ചലിപ്പിച്ച് ചിദംബരം ക്ഷേത്രത്തിൽ മഹാനായന്മാരുടെ നഷ്ടപ്പെട്ട തേവാരം ഗാനങ്ങൾ ചിദംബരം ക്ഷേത്രത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഗാനങ്ങൾ ഇന്നും ആരാധനയിൽ പ്രതിധ്വനിച്ചു. ചേരമൻ പെരുമാൾ നായനാർ അഗാധമായ ഭക്തിയോടെ നടരാജനെ ആരാധിച്ചു. പ്രസാദിച്ചുകൊണ്ട് കർത്താവ് തന്റെ സ്വർണ്ണ കണങ്കാലുകൾ ദിവസേന മുഴുങ്ങി. ഓം നമോ ശിവായ ജപിച്ചുകൊണ്ട് ചേരമൻ പെരുമാൾ കുതിരപ്പുറത്ത് സുന്ദരനെ അനുഗമിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി. ശിവഭക്തരുടെ ശാശ്വത ചരിത്രമായ പെരിയ പുരാണത്തിന്റെ രചയിതാവായ സെക്കിയാർ, സന്യാസിയായ ശാശ്വതനായ ശക്തി, നടരാജൻ തന്നെ വിശുദ്ധ ഇതിഹാസത്തിന്റെ പ്രാരംഭ വാക്കുകൾ നൽകി സെക്കിയാറിന്റെ ദിവ്യദൗത്യത്തെ അനുഗ്രഹിച്ച് ചിദംബരത്ത് ദീപ ആരാധന സമയത്ത് രാമലിംഗ വള്ളാളർ ശിശുവായി സന്തോഷത്തോടെ ചിരിച്ചു. ആദ്യകാല ആത്മീയ ഉണർവ് വെളിപ്പെടുത്തി. പിന്നീട് ചിദംബര രഹസ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വടലൂരിൽ സത്യജ്ഞാന സഭ സ്ഥാപിക്കുകയും തിരുവരുട്ട കൃപയുടെ ഗാനങ്ങൾ രചിക്കുകയും ചെയ്തു. ഗുരു നംശിവായർ ഒരു മഹാനായ സിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് നടരാജൻ ഗുരുവായി പ്രത്യക്ഷപ്പെട്ടു. ചിദംബരത്തിൽ ഗുഹൈ നംശിവായാരായി പ്രത്യക്ഷപ്പെട്ടു. ശിവകാമി ദേവി തന്നെ ദിവസവും അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി. അദ്ദേഹത്തിന്റെ ശുദ്ധമായ ഭക്തി നടരാജനെ 3000 ദീക്ഷിതർമാർക്ക് മുന്നിൽ ആനന്ദ താണ്ഡവം നടത്താൻ പ്രേരിപ്പിച്ചു.
നിരവധി സന്യാസിമാരും കവികളും നടരാജനെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകങ്ങളും തേവാരങ്ങളും ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. അവർക്കും കർത്താവിനും ആദരാഞ്ജലി എന്ന നിലയിൽ ഓരോരുത്തരുടെയും ഹ്രസ്വകാഴ്ചകൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ മഹാന്മാരായ സന്യാസിമാരോടുള്ള ആദരവിന്റെ അടയാളമായി വീഡിയോയുടെ അവസാനം വരെ ദയവായി കാണുകയൊഴിവാക്കരുത്. യോഗസൂത്രങ്ങൾ സമാഹരിച്ച പ്രശസ്ത ഋഷി പതഞ്ജലി പ്രശസ്തമായ സംസ്കൃത ഗീതമായ ചരണശൃംഗരഹിത നടരാജ സ്തോത്രം രചിച്ചു. ഇതിൽ നിന്നുള്ള ചില വരികളും പ്രശസ്തമായ ചിദംബരേശ്വര സ്തോത്രത്തിലെ ചില വരികളും ഇതാ. കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജഠാധരം പാർവതി വാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി. സദഞ്ചിതമുദഞ്ചിത നികുഞ്ചിത പദം ജലജലം ചലിതമഞ്ജുകടകം പതഞ്ജലി ദൃഗഞ്ജനമനഞ്ജനമചഞ്ചലപദം ജനന ഭഞ്ജനകരം കദംബരുചിമം വരവസം പരമമം ബുധ കദംബക വിഡംബകഗലം ചിദാബുധിമണ്യോ ബുധഹൃദൗ ഭുജരവ്യോ പരചിദംബരനടം ഹൃദി ഭജ. തുടർന്ന് 3 മഹാനായ ശൈവ സന്യാസിമാരായ അപ്പാർ, സുന്ദരാർ, തിരുജ്ഞാന സംബന്ധർ എന്നിവർ തേവാരങ്ങൾ ആലപിച്ചപ്പോൾ മണിക്കോ സാഗർ ചിദംബരം ക്ഷേത്രത്തിൽ ശിവനെ സ്തുതിച്ച് തിരുവചകം രചിച്ചു. അരുണഗിരിനാഥറിന്റെ തിരുപ്പുകൾ ചിദംബരത്തെ മുരുകനെ ആഘോഷിക്കുന്നു. തിരുമൂലരിന്റെ തിരുമന്ദിരം ചിദംബരത്തെ ആന്തരിക ചിദംബരത്തെയും ഹൃദയത്തെ ക്ഷേത്രമായും വെളിപ്പെടുത്തുന്നു. ചിദംബരം ക്ഷേത്രത്തിലെ 1000 തൂണുകളുള്ള ഹാളിൽ നടരാജൻ നൽകിയ ഉലകേലെല്ലാം എന്ന ശ്ലോകത്തിൽ തുടങ്ങി ചേക്കിയാർ പെരിയ പുരാണം രചിച്ചു. സ്വാമി രാമലിംഗ വള്ളാളരുടെ തിരുവരുട്ട 6 തിരുമുറൈ നടരാജനെ സ്തുതിക്കുന്നു. ഇവയുടെ ഓഡിയോ ക്ലിപ്പുകൾ ഇവിടെ ക്രമമായി അവതരിപ്പിക്കുന്നു. ശിവപുരാണം മാണിക്യവാസകർ. நமச்சிவாய வாழ்க நாதன் தாழ் வாழ்க இமைப்பொழுதும் என் நெஞ்சில் நீங்காதான் தாழ் வாழ்க கோகழியாண்ட குருமணிதன் தாழ் வாழ்க ஆகமம் ஆகி நின்றண்ணிப்பான் தாழ் வாழ்க. பத்தனாய் பாடமாட்டேன் திருநாவுக்கரசர். முத்தனே முதல்வா தில்லை அம்பலத்து ஆடுகின்ற அத்தம் ஆடல் காண்பான் அடியனேன் வந்தவாரே. செல்வநடு மாடம் திருஞான சம்பந்தர். செல்வர் வாழ்த்தில்லை சிற்றம்பலமேய செல்வன் கழலேத்தும் செல்வம் செல்வமே. படித்தாடும் அடிமை சுந்தரர். படுத்தாடு கரதலத்தில் தமருகமும் எரியகலும் கரிய பாம்பும் பிடித்தாடி புலியூர் சிற்றம்பலத்தெம் பெருமானை வெற்றாமன்றே. திருமூலர் திருமந்திரம். தேவர் உரைகின்ற சிற்றம்பலம் என்றும் தேவர் உரைகின்ற சிதம்பரம் என்றும் தேவர் உரைகின்ற திரு அம்பலம் என்றும் தேவர் உரைகின்ற தென்பொது ஆமே. வள்ளலார் திரு அருட்பா. தண்டலை விளங்குந்தில்லை தலத்திற் பொன்னம்பலத்தே கண்டவர் மயங்க வேடம் கட்டியாடுகின்றவர்க்கு தெண்டனிட்டேன் என்று சொல்லடி சுவாமிக்கு நான் தெண்டனிட்டேன் என்று சொல்லடி. உலகெல்லாம் உணர்ந்தோதற்கரியவன் நிலவுலாவிய நீர்மலி வேணியன் அலரில் சோதியன் அம்பலத்தாடுவான் மலர்ச்சிலம்படி வாழ்த்து வணங்குவான். எழுகடல் மணலை அருணகிரிநாதர். இமயவர் முனிவர் பரவிய புலியூரினில் நடமருவு பெருமாளே. മുത്തുസ്വാമി ദീക്ഷിതർ, ഗോപാലകൃഷ്ണ ഭാരതി, പാപനാശം ശിവൻ, മുത്തുതണ്ടവർ, നീലകണ്ഠ ശിവൻ, മാരിമുത്തുപിള്ള തുടങ്ങിയ കർണാടക സംഗീതജ്ഞരും ഇവിടെ ഭക്തി അർപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും ഭക്തിയെ ഈണമാക്കി മാറ്റി ഓരോന്നും ശിവന്റെ ശാശ്വതമായ നൃത്തത്തിനൊപ്പം താളത്തിൽ ഒരു ചുവടുവെപ്പാണ്.
അവരുടെ ചില രചനകളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഇവിടെ ക്രമമായി അവതരിപ്പിക്കുന്നു. ശിവലോകനാഥனை கோபாலகிருஷ்ண பாரதி. சிவலோகநாதனை கண்டு சேவித்திடுவோம் வாரீர். ஆனந்த நடன பிரகாஷம் முத்துசுவாமி தீட்சிதர். பூதேஷம் சார்தூல சர்மாபரம் சிதம்பரம் பூசுராத்ரி சஹஸ்ர முனீஸ்வரம் விஸ்வேஸ்வரம். சபாபதிக்கு வேறு தெய்வம் கோபாலகிருஷ்ண பாரதி. சபாபதிக்கு வேறு தெய்வம் சமானமாகுமாதில்லை. சபாபதிக்கு வேறு தெய்வம். காண வேண்டாமோ பாபநாசம் சிவன். வீடில் உலகை சுற்றி சுற்றி வந்தால் வேதினி போற்றும் சிதம்பர தேவனை காண வேண்டாமோ. சேவிக்க வேண்டும் ஐயா முத்து தாண்டவர். சேவிக்க வேண்டுமையா சிதம்பரம் சேவிக்க வேண்டும் ஐயா. என்றைக்கு சிவகிருப்பை நீலகண்ட சிவன். என்றைக்கு சிவகிருபை வருமோ ஏழை என் மன சஞ்சலம் அருமோ. ஆடும் சிதம்பரமோ கோபாலகிருஷ்ண பாரதி. ஆடும் சிதம்பரமோ ஐயன் கூத்தாடும் சிதம்பரமோ. ஒரு கால் சிவ சிதம்பரம் மாரிமுத்து பிள்ளை. ஒரு கால் சிவ சிதம்பரம் என்று சொன்னால் இருக்காதும் வினையே. ചിദംബരത്തെ നടരാജൻ അഗ്നിവൃത്തത്തിനുള്ളിൽ തന്റെ പ്രപഞ്ച നൃത്തത്തിലൂടെ സൃഷ്ടി, സംരക്ഷണം, നാശം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന നിത്യമായ ആനന്ദ താണ്ഡവം നടത്തുന്നു. നാട്യാഞ്ജലിയുടെ പാരമ്പര്യം ഈ വിശുദ്ധ നൃത്തത്തെ ആവിഷ്കാരാത്മക ഭക്തി കലയിലൂടെ ആദരിക്കുന്നു. മുത്തുസ്വാമി ദീക്ഷിതർ, ഗോപാലകൃഷ്ണ ഭാരതി, പാപനാശം ശിവൻ, സുബ്ബരാമ ദീക്ഷിതാർ, ദണ്ഡായുധ പാനിപ്പിലൈ എന്നിവരാണ് പ്രശസ്ത ഭരതനാട്യ സംഗീത സംവിധായകർ. തഞ്ചാവൂർ ക്വാർട്ടറ്റ് ഭരതനാട്യത്തിന് അടിത്തറയിട്ടു. പാപനാശം ശിവൻ കാലാതീതമായ ഭക്തികൃതികൾ സൃഷ്ടിച്ചു. അവരുടെ രചനകൾ നടരാജന്റെ ദിവ്യ പ്രപഞ്ച നൃത്തത്തെ വ്യാഖ്യാനിക്കാൻ നർത്തകരെ പ്രചോദിപ്പിക്കുന്നു. 4 ഭരതനാട്യ നൃത്ത ക്ലിപ്പുകൾ അവതരിപ്പിക്കുന്നു. குனித்த புருவமும் கோவை செவ்வாயில் குமின் சிரிப்பும் பனித்த சடையும் பவளம் போல் மேனியில் பால் வெண்ணீரும் இனித்த முடையெடுத்த பொற்பாதமும் காண பெற்றால் மனித பிறவியும் வேண்டுவதே இம்மாநிலத்தே. மனித பிறவியும்
തില്ലൈ നടരാജ ക്ഷേത്രം കല്ലിനും ശില്പത്തിനും അപ്പുറമാണ്. അത് ആത്മാവാണ്. വാസ്തുവിദ്യ, കല, സംഗീതം, ബോധം എന്നിവയുടെ ഒരു സിംഫണിയാണ്. അവിടെ വിശ്വാസം നൃത്തമായി മാറുന്നു, നിശബ്ദത പാട്ടായി മാറുന്നു, ആത്മാവ് നിത്യമായ സത്യത്തെ കാണുന്നു. ദൈവികൻ നർത്തകനും നൃത്തവും നിശ്ചലതയും ശബ്ദവുമാണ്. എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചു കിടക്കുന്ന ബോധമാണ്. ഈ വീഡിയോയിലൂടെ എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി. വിശാലമായ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. വിവിധ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലെ മഹാന്മാരായ സന്യാസിമാർ തുടങ്ങിയവരെക്കുറിച്ചുള്ള 300-ലധികം യൂട്യൂബ് വീഡിയോകൾ ഞങ്ങളുടെ ക്ഷേത്രദാനം ചാനലിൽ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനാൽ ഞങ്ങളുടെ ഭാവി വീഡിയോകളെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ദയവായി നിങ്ങളുടെ കോൺടാക്റ്റുകളുമായി വീഡിയോകൾ പങ്കിടുക. അതുവഴി പലർക്കും നമ്മുടെ ക്ഷേത്രങ്ങളുടെയും സന്യാസിമാരുടെയും മഹത്വം വിലമതിക്കാൻ കഴിയും. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് ദയവായി വീഡിയോകൾ കാണുക. അതുവഴി നിങ്ങൾക്ക് അവയെ നന്നായി വിലമതിക്കാൻ കഴിയും. വീഡിയോയുടെ സംഗീതത്തിനും നൃത്തക്ലിപ്പുകളിലും സഹായിച്ച 2 ചെറുപ്പക്കാർക്ക് പ്രത്യേക പരാമർശം. ഓം നമോ ശിവായ.